ഇത് ബിസിനസ് മാനേജ്മെന്റിന്റെ റെമഡിയൽ ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കാനായിട്ട് 5-4 ക്ലാസ്സിലെ ഫർസാന എസിനെ ക്ഷണിക്കുന്നു. തുടങ്ങിക്കോളൂ ഫർസാന. താങ്ക് യു അഞ്ജന. ഞാൻ ഓഡിബിൾ അല്ലേ? അതെ അതെ. ഓക്കെ. സോ നിങ്ങൾക്ക് അടുത്ത എക്സാം ബിസിനസ് മാനേജ്മെന്റ് ആണല്ലോ. അപ്പോ ഞാൻ ഇന്ന് എൻ്റെ സെഷനെ 3ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് ജസ്റ്റ് ഞാൻ പോർഷൻസും അതിൻ്റെ അകത്ത് ഇപ്പം കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ള പോർഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാതെ എല്ലാം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. എല്ലാം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. സെക്കൻഡ് തിങ്, ഹൗ ടു റൈറ്റ് എൻ എക്സാം. ഇതിപ്പോ ജസ്റ്റ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമായിരിക്കും, ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് മാനേജ്മെന്റിന്റെ പേപ്പർ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് സെക്കൻഡ് ആയിട്ട് പറയാം. അതിന്റെ തേർഡ് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ക്വയറീസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. സോ അങ്ങനെ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ബിസിനസ് മാനേജ്മെന്റിൽ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ആദ്യമേ തന്നെ വാട്ട് ഇസ് മാനേജ്മെന്റ്, അതിന്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും സെയിം തന്നെയാണ്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഡെഫിനിഷൻ എപ്പോഴും കാണാതെ പഠിക്കുമായിരുന്നു. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആയിരുന്നു. സോ മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമായിരുന്നു. ഏതാണ്? മാനേജ്മെന്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. അങ്ങനെ ഒരു ഡെഫിനിഷൻ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. സോ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഈ പറയുന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻസിന്റെ എന്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും ഫസ്റ്റ്ലി വി ഹാവ് ടു ഡിഫൈൻ വാട്ട് ഇസ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്താണെന്ന് എഴുതണം. ഓക്കെ, അപ്പൊ അത് കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെരി സിമ്പിൾ ആണ്. നമ്മളൊരു മാനേജ്മെന്റ് നോക്കുമ്പോൾ അതൊരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആയിരിക്കും, ഓൾ പെർവസീവ് ആയിരിക്കും. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഓൾ പെർവസീവ്? ഓൾ പെർവസീവ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിരിക്കും. അതായത് എല്ലാ സ്ഥലത്തും മാനേജ്മെന്റ് ഉണ്ട്. ഹോസ്പിറ്റലിൽ മാനേജ്മെന്റ് ഉണ്ട്, ഓർഗനൈസേഷൻസിൽ മാനേജ്മെന്റ് ഉണ്ട്, സ്കൂൾസിൽ കോളേജസിൽ മാനേജ്മെന്റ് ഉണ്ട്, കമ്പനീസിൽ മാനേജ്മെന്റ് ഉണ്ട്. എവ്രിവെയർ ദർ ഇസ് മാനേജ്മെന്റ്. സോ ഇറ്റ്സ് ഓൾ പെർവസീവ്. ഓക്കെ, ദെൻ അതിനെന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിരിക്കും. ആൾക്കാരില്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ആൻഡ് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. പിന്നെ മാനേജ്മെന്റിന് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. കാണാനും പറ്റില്ല, അതിന്റെ തൊടാനും പറ്റില്ല, പക്ഷെ അതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു നല്ലൊരു മാനേജ്മെന്റ് ആയിട്ട്, നല്ലൊരു മാനേജ്ഡ് വെൽ മാനേജ്ഡ് ഓർഗനൈസേഷനിൽ ചെന്നാൽ നമുക്ക് അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് എ വെൽ മാനേജ്ഡ് ഓർഗനൈസേഷൻ. ഹൗ? എവറിഥിങ് വിൽ ബി പ്രോപ്പർലി പ്ലാൻഡ്. എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. സോ വി നോ. ഓക്കെ, അപ്പോൾ അതൊരു ഇൻടാൻസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്, നമുക്ക് തൊടാൻ പറ്റില്ല. ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ എല്ലാ ഫങ്ഷൻസ് ഓഫ് ഇതിനും പറയുന്നത്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്ങിന്റെയും ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഈ സംഭവങ്ങൾ തന്നെയാണ്. അതായത് നമുക്ക് എപ്പോഴും പഠിക്കുമ്പോൾ ഒരു പേടി എന്ന് പറയുന്നത്, ഇതിന് കുറെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, കുറെ നേച്ചർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. പക്ഷെ ഈ ഒരു മാനേജ്മെന്റിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗിൽ എഴുതിയാൽ മതി. പക്ഷെ കൂടുതൽ ഇപ്പൊ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പോയിന്റ്സ് എഴുതാം. അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ, ഒരു ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്കൊരു ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. അതായത് ഏതൊരു മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എടുത്താലും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഓൾ പെർവസീവ് ആന്ന് പറയാ, കണ്ടിന്യൂസ് പ്രോസസ് ആന്ന് പറയാ, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആന്ന് പറയാ. അതുപോലെ തന്നെ ഇപ്പോ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗിൽ ഏതൊരു ഇതിന്റെ ഇത് എടുത്താലും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഇതെല്ലാം ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ? ഒരു പോയിന്റ് ആദ്യം ഇങ്ങനെ തന്നെ എഴുതുക, ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പൊ തന്നെ നമുക്ക് എന്തായി? 5 പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഓൾറെഡി റിസർവ്ഡ് ആണ്. പിന്നെ നമ്മൾ അധികമായിട്ട് പഠിച്ചിട്ടുള്ള പോയിന്റ്സ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് നമുക്ക് ആ ആൻസറിന് ലാബറേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് അതിന്റെ ആ ഒരു ബേസിക് കാര്യം. അപ്പൊ ഇനി ഞാൻ പ്ലാനിങ്, ഓർഗനൈസിങ് അതിന്റെ ഒന്നും ഈ നേച്ചർ, ഫീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല. ഈ ജസ്റ്റ് കാര്യം ഒന്ന് ഓർത്താൽ മതി. ഏതൊരു ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണെങ്കിലും യു ജസ്റ്റ് ഹാവ് ടു ഫസ്റ്റ് തന്നെ എഴുതുക, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? ഗോൾ ഓറിയന്റഡ്, കണ്ടിന്യൂസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഓൾ പെർവസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, പിന്നെ നമുക്കറിയാം ഓരോ ഫംഗ്ഷൻസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്സ് എഴുതാം. പിന്നെ ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതിന്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ 3 മാർക്സിന് ചോദിക്കാറുള്ളതാണ്. വാട്ട് ഇസ് എഫക്റ്റീവ്നെസ്, വാട്ട് ഇസ് എഫിഷ്യൻസി? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ
നമ്മൾ അതിനകത്ത് ഒരു ട്രിക്കിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ ടി ടി എന്ന് പറയുമ്പോൾ തന്നെ ടൈം. ഓക്കെ, എഫക്റ്റീവ്നെസ് ടി ആണ്. ഇറ്റ്സ് അത് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? വിതിൻ കറക്റ്റ് ടൈമിൽ തന്നെ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. അതാണ് എഫക്റ്റീവ്നെസ്. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സി അല്ലേ വരുന്ന അക്ഷരം. ഇപ്പോൾ എഫിഷ്യൻസി സി എന്നുള്ള ഒരു അക്ഷരത്തിനാണ് ഇമ്പോർട്ടൻസ്. അവിടെ എന്തിനാ ഇമ്പോർട്ടൻസ്? കോസ്റ്റിനാണ്. അതായത് എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ വിതിൻ ടൈമിൽ തന്നെ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഏറ്റവും ലെസ് കോസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അതാണ് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെയുള്ള ക്യാരക്ടറിസ്റ്റിക്സും കഴിഞ്ഞു. പിന്നെ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് വെരി സിമ്പിൾ. നമുക്കറിയാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടാകും, മാർക്കറ്റിംഗ് ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം പല പല ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ഒക്കെ ഒരു ഐഡിയ ഉണ്ടാവുക. ഞാനതൊന്നും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ മാനേജ്മെന്റ് സയൻസ് ആർട്ട് പ്രൊഫഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടാണ്. അതറിയാലോ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടാണ്. കാരണം മാനേജ്മെന്റ് ഇസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ ആണ്. ഇറ്റ്സ് എൻ ആർട്ട്. അതൊരു കോംപ്രമൈസ് ഇല്ലാത്ത കാര്യമാണ്, ആർട്ടാണ്. പക്ഷെ സയൻസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് സയൻസ് തന്നെയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് സയൻസ് ലൈക്ക് എന്താണ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പോലത്തെ സയൻസ് അല്ല. കാരണം നമുക്ക് മാനേജ്മെന്റിലുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് എന്ന് പറയുന്നത് ഇവൻ ദോ ഇറ്റ് ഇസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണെങ്കിലും ഓരോ ഓർഗനൈസേഷൻസ് വരുമ്പോൾ അവർ ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യും. പക്ഷെ നമ്മൾ ഫിസിക്സിലോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ ഒക്കെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും, ഇപ്പൊ ഗ്രാവിറ്റിയുടെ ഇതാണെങ്കിൽ അത് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും, അല്ലെ? അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് സയൻസ് എന്നാണ് നമ്മൾ പറയുക. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. മാനേജ്മെന്റ് ഇസ് എ സോഫ്റ്റ് സയൻസ്. പിന്നെ പ്രൊഫഷൻ മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയുന്നു. പക്ഷെ ഇതൊരു ഫുള്ളി ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ പ്രൊഫഷൻ ആണെന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം പ്രൊഫഷനിലെ ഇന്റഗ്രിറ്റി വേണം. അതുപോലെ മാനേജ്മെന്റിൽ ഇന്റഗ്രിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പ്രൊഫഷന്. അതുപോലെ ഇതിനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ലൈക്ക് നമുക്ക് ഡിഫറൻസ് ചെയ്യാനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയാം, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അഡ്മിനിസ്ട്രേഷൻ ആണ് ചെറുതെന്ന്. പക്ഷെ അങ്ങനെയല്ല. അഡ്മിനിസ്ട്രേഷൻ ആണ് ബ്രോഡ് ആയിട്ടുള്ളത്. അഡ്മിനിസ്ട്രേഷൻ ആണ് ടോപ്പ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സൂചിപ്പിക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിങ്കിങ് ബോഡി ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. അതായത് പ്ലാൻസ് ഉണ്ടാക്കുന്നതും ഫോർമുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എൻ എക്സിക്യൂട്ടിംഗ് ബോഡിയാണ്. അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ്, അവർ പറയുന്ന ഡയറക്ഷൻസ്, ഈ അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ കൊടുക്കുന്ന ഡയറക്ഷൻസിനെ വെറുതെ എക്സിക്യൂട്ട് ചെയ്യുന്നു, പണി ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ മാനേജ്മെന്റ്. നമ്മൾ മാനേജ്മെന്റ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഈ ഇവരെയാണ്, മാനേജേഴ്സിനെയാണ്. അതായത് മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ടോപ്പിലുള്ള ആളുകൾ പറയുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് മാനേജേഴ്സ്. അപ്പോൾ ആ ഒരു മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഈ ഒരു ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് പോയിന്റ്സ് പഠിക്കുക. ഓക്കെ, പിന്നെയുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് എൻ്റെ അടുത്ത് ലൈക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഇത്. അതിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഹെൻറി ഫയൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹു ഇസ് നോൺ എസ് ദി ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. ജനറൽ മാനേജ്മെന്റിന്റെ ഫാദർ ആണ് ഹെൻറി ഫയോൾ. ഓക്കെ, ഇനി ഹെൻറി ഫയലിന്റെ 14 പ്രിൻസിപ്പിൾ. ഓരോ പ്രിൻസിപ്പിളും അതെന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ്, ഡിവിഷൻ ഓഫ് വർക്ക് ഒരു മാസ് വർക്കായിട്ടിരുന്ന പറ്റില്ല. അതിനെ ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് ആളുകൾക്ക് കൊടുക്കണം. സമയം ലാഭിക്കാം, എല്ലാം ലാഭിക്കാം. പിന്നെയുള്ളത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് ആജ്ഞ ചെയ്യാനുള്ള ഒരു കഴിവാണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആജ്ഞയെ അനുസരിക്കാനുള്ള ഒരു കഴിവാണ്. ഈ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും രണ്ടും കൊടുക്കാണ്ട് ഒരു പണി നടക്കില്ല. അത് രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. ഡിസിപ്ലിൻ. എന്ത് കാര്യം ഒരു ഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യണം. വിത്ത് റിഗാർഡ്സ് ടു റൂൾസ്, റെഗുലേഷൻസ് എന്താണെങ്കിലും. യൂണിറ്റി ഓഫ് ദി കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബോർഡിനേറ്റ് ഒരു ടൈമിൽ ഒരു സുപ്പീരിയറിന്റെ സ്ഥലത്ത് നിന്ന് മാത്രം എന്ത് ചെയ്യുക, ഓർഡേഴ്സ് സ്വീകരിക്കുക. അല്ലെങ്കിൽ ക്ലാഷ്, കോൺഫ്ലിക്ട്സ്, ഈഗോ ഇഷ്യൂസ് ഒക്കെ വരും. ഓക്കെ, അതായത് ഒരു ടൈമിൽ എന്നുള്ള കാര്യം ആൻസറിൽ സ്പെസിഫൈ ചെയ്യണം. അതായത് ഇങ്ങനെ തന്നെ പറയണം, an employee should receive orders from one superior at a time. ഒരു സമയത്ത് ഒരാളുടെ നിന്ന് മാത്രം സ്വീകരിക്കുക. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ഇസ് വെരി സിമ്പിൾ. ഒരു ഓർഗനൈസേഷൻ കാറും ബൈക്കും ഉണ്ടാക്കുന്നുണ്ട്. കാറിന്
ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ സെയിം ആണ്, ബൈക്കിന് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കുക. അത്രേ ഉള്ളൂ. സെയിം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് വരുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ടായിട്ട് തിരിക്കുക, ഡിവൈഡ് ചെയ്യുക. പിന്നെ ഉള്ളത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ സ്വയം നമ്മൾ ഓർഗനൈസേഷൻ നന്നാവണം എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക. ഓർഗനൈസേഷൻ നന്നായി കഴിഞ്ഞാൽ എന്താ കൂടും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഗുണം ഉണ്ടാവും. നമ്മൾ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്സിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഓർഗനൈസേഷന്റെ ഗോൾസ് ഫുൾഫിൽ ചെയ്യില്ല, അത് നമുക്ക് തന്നെയാണ് അടിയായിട്ട് വരുന്നത്. സോ ഇഫ് വി വർക്ക് ഫോർ ദി ജനറൽ ഇൻട്രസ്റ്റ്, ദെൻ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ബെനിഫിറ്റ് അസ്. നമുക്ക് തന്നെയാണ് ഗുണം ഉണ്ടാവുക. സാലറി ഹൈക്ക് വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഫെയർ ആയിരിക്കണം ബോത്ത് എംപ്ലോയീസ് ആൻഡ് ദി ഓർഗനൈസേഷൻ. പിന്നെ സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി ഓർഗനൈസേഷൻ. സെൻട്രലൈസേഷൻ എല്ലാ പവേഴ്സും ഒരാളിൽ തന്നെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ തന്നെ സെൻട്രലൈസ് ചെയ്തിരിക്കുന്നു. താഴെയുള്ളവർക്കൊന്നും എന്താണ് ഒരു പവേഴ്സും ഇല്ല, പക്ഷെ അവർക്ക് ഒരുപാട് പണി ചെയ്യാനുണ്ടാവും. ഡീസെൻട്രലൈസേഷൻ ആണ് മോഡേൺ ഓർഗനൈസേഷനിൽ നമ്മൾ പറയുക ഡീസെൻട്രലൈസേഷൻ ആണ്. അതായത് പണി എല്ലാം എന്താണ്, എല്ലാവർക്കും എല്ലാ പവേഴ്സും ഉണ്ട്. അതായത് അവരുടെ പൊസിഷനനുസരിച്ചുള്ള പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിൽ ഡിപ്പെൻസ്. ഇപ്പം നമ്മള് ഇതിപ്പോ ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവില് പറയാം. പക്ഷെ നമ്മൾ ആർമി, ഡിഫൻസ് ഒക്കെ പെർസ്പെക്റ്റീവില് പറയുമ്പോൾ അവർക്ക് പവേഴ്സ് ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു സെൻട്രലൈസ്ഡ്, അതും ഇത് മാറ്റമുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് സെൻട്രലൈസ്ഡ് ആയാലാണ് അവിടെ ഒരു കുറച്ചും കൂടി ഡിസിപ്ലിനിലേക്ക് എത്തുള്ളൂ. അതപ്പോ ഡിഫറൻസ് ഉണ്ട് ഓരോരോ നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന്. ഓക്കെ. പിന്നെ വരുന്നത് സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഹയസ്റ്റ് അതോറിറ്റി ടു ദി ലോവസ്റ്റ് അതോറിറ്റിയിലേക്ക് വരുന്ന ആ ഒരു റേഞ്ച് ഓഫ് എന്താണ് സുപ്പീരിയേഴ്സ് ആണ്. അതിനാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർഡർ, എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവണം. ഇക്വിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് ദി പേഴ്സൺ. ഒരാൾ ഒരു സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുക, കുറെ നാളെ നിർത്തുക. എന്നാലാണ് അയാൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനീഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും പുതിയ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ചാൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എസ്പിരിറ്റ് ഡി കോപ്സ്, യൂണിയൻ ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യണം. ഇതിന്റെ അകത്ത് 3 മാർക്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ എസ്പിരിറ്റ് ഡി കോപ്സ്, സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ ഒക്കെ 3 മാർക്സിന് ചോദിക്കുമ്പോൾ ലൈക്ക് ഒരു ഡയഗ്രാം ഇല്ലേ, നിങ്ങൾക്ക് ഈ ഡയഗ്രാം അറിയാമോ? സ്കാലാർ ചെയിന്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കില്ലേ, അതറിയോ? ബേസിക്കലി ബിസിനസ് മാനേജ്മെന്റിന്റെ ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ല. ആ ഡയഗ്രാം അറിയോ? ഹലോ, അറിയില്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഞാൻ ഇത് ഷെയർ ചെയ്യാം. കാരണം ഞാൻ മറ്റേ ബിസിനസ് മാനേജ്മെന്റ് ബുക്കിൽ ഇതിന്റെ ഡയഗ്രാം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡയഗ്രാംസ് കാര്യങ്ങൾ വരയ്ക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും. സോ ഓക്കെ, അപ്പൊ ആ ഒരു ഡയഗ്രാം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അതിന്റെ ഒരു സിമ്പിൾ ആണ്, ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ ഞാനത് അയക്കാം. ബേസിക് ഇതാണ് ഹെൻറി ഫയോഡ്. ഇനി നമ്മൾ നോക്കുന്നത് ആരെയാണ്? FW ടൈലറിനെയാണ് നോക്കുന്നത്. ഈ FW ടൈലറിൽ ഞാൻ ഇപ്പൊ പറയുന്ന ബേസിക്കലി എന്റെ +1 ബിസിനസ് സ്റ്റഡീസിന്റെ പുസ്തകത്തിന്റെ ബേസിലാണ്. അപ്പൊ നിങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താണ് AJ ജോർജ് എന്ന് പറഞ്ഞ സാറിന്റെ ആയിരിക്കും ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോൾ ടെക്നിക്സ് ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഉണ്ടാവും, അങ്ങനെയൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു പോയിന്റ്സിലേക്ക് അടുത്തുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. കാരണം ഈ FW ടൈലറിന്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഹെൻറി ഫയോഡിൽ 14 പ്രിൻസിപ്പിൾ എല്ലാത്തിലും സെയിം ആയിരിക്കും. പക്ഷെ ഇതിൽ കുറച്ച് ടെക്നിക്സിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോ എന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് 4 പ്രിൻസിപ്പിൾ ആയിട്ടാണ്. 4 പ്രിൻസിപ്പിളും പിന്നെ കുറച്ച് ടെക്നിക്സും. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നാണ്. അതായത് എപ്പോഴും നമ്മൾ എന്തിനു കൊടുക്കുക, സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സയൻസ് മീൻസ് എന്താണ്, എല്ലാം കറക്റ്റ് ആയിട്ട് എന്താണ് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലാണ്ട് എക്സ്പീരിയൻസ് അല്ല. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് ഓർഗനൈസേഷൻ ഇത്ര നാൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. അപ്പൊ ഇതിന്റെ സിമ്പിൾ തിങ്, ഹെൻറി ഫയോളിന്റെ എല്ലാ പ്രിൻസിപ്പിളും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസിന്റെ ബേസ്ഡ് ആണ്. പക്ഷെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സയൻസിനോട് അനുബന്ധിച്ച് അങ്ങനെ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോടായിരുന്നു FW ടൈലറിന് ഇഷ്ടം. അപ്പൊ അതാണ് അവരുടെ പ്രിൻസിപ്പിൾസ് തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ്. ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. ഇദ്ദേഹം ഒരു മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. സോ ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിന്റെ ബേസ്ഡ് ആണ്. പക്ഷെ ടൈലറിന്റെ എങ്ങനെയാണ്, എല്ലാം സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താണ്, എപ്പോഴും ഒരു ഹാർമണി ഉണ്ടാവണം,
കോപ്പറേഷൻ ഉണ്ടാകണം. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. എല്ലാ ആളുകളെയും ഓരോ എംപ്ലോയിനെ വളർത്താനുള്ള ഒരു ചാൻസ് നമ്മൾ ഇത് നോക്കണം. ചാൻസ് നോക്കാം. പിന്നെയുള്ള ടെക്നിക്സ് വെരി സിമ്പിൾ. നമ്മൾ ഇതിന്റെ അകത്തും എന്താണ് ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ മാക്സിമം ഡയഗ്രാംസ് വരയ്ക്കുക. അതാണ് ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് ദ ഹൗ വി ക്യാൻ ഇംപ്രസ് ദി ലൈക്ക് ദ ടീച്ചേഴ്സ്. അപ്പം ഡയഗ്രാംസ് വരയ്ക്കപ്പോൾ പക്ഷെ നമ്മൾ ഡയഗ്രാംസ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് തന്നെ എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് തന്നെ ഒരു ഐഡിയ കൂടുതൽ നമുക്ക് എഴുതുമ്പോൾ കിട്ടും. അതാണ്. അപ്പോൾ ഈ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം ഫങ്ഷണൽ ഫോമൻഷിപ്പ്. അതറിയാലോ, പ്ലാനിങ്ങും പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതും അതിന്റെ അകത്ത് തന്നെ ഓരോ ഈ പ്ലാനിങ്ങിന്റെ അകത്താണെങ്കിൽ കുറച്ച് ക്ലർക്കുകളും മറ്റേ പ്രൊഡക്ഷന്റെ അകത്താണെങ്കിൽ കുറച്ച് ബോസുകളും ഉണ്ട്. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. അതായത് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുക. ഓക്കെ. സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഓർഗനൈസേഷന് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. സിംപ്ലിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിന് തന്നെ വട്ടുപിടിക്കും. അപ്പൊ അത് ചെയ്യാണ്ടിരിക്കുക. അതാണ് സംഭവം. സിംപ്ലിഫൈ ചെയ്യുക. അൺനെസസറി ആയിട്ടുള്ള ടൈപ്സ്, ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്താണ് സൈസ്, വെയിറ്റുകൾ അങ്ങനെയൊന്നും കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ. ഇനി കുറച്ച് സ്റ്റഡികളാണ്. ഈ സ്റ്റഡീസ് ഇമ്പോർട്ടന്റ് ആണ്. ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫട്ടിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി. ടൈം സ്റ്റഡി അറിയാലോ, എത്ര സ്റ്റാൻഡേർഡ് ടൈം അറിയാൻ. മോഷൻ സ്റ്റഡി ആളുകളുടെ മൂവ്മെന്റ്സ് അറിയാൻ വേണ്ടി. ഫറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് അവർക്ക് എന്താണ് എപ്പോഴാണ് റെസ്റ്റ് ഇന്റർവെൽ വേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട്. മെത്തേഡ് സ്റ്റഡി, ദർ ഇസ് എ വൺ ബെസ്റ്റ് വേ ടു ഡു എ പർട്ടിക്കുലർ ജോബ് അക്കോർഡിംഗ് ടു എൻ ഓർഗനൈസേഷൻ. സോ ആ ഒരു വൺ ബെസ്റ്റ് വേ, ഏറ്റവും നല്ലൊരു മാർഗം കണ്ടുപിടിക്കുക. പിന്നെ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, വെരി ഇമ്പോർട്ടന്റ്. അതായത് വേജ് പേ ചെയ്യുന്നത് എന്താണ്, ക്വാളിറ്റി ഓഫ് ദി വർക്ക് ഡൺ, നോട്ട് ദി ടൈം ദാറ്റ് ദേ ഹാഡ് ടേക്കൺ ടു കംപ്ലീറ്റ് എ വർക്ക്. അതായത് ടൈം എത്ര എടുത്തു എന്നുള്ളതല്ല, ക്വാളിറ്റിയാണ് നോക്കുന്നത്. പിന്നെ ഒരു മെന്റൽ റെവല്യൂഷൻ കിടക്കുന്നുണ്ടല്ലോ. ഈ മെന്റൽ റെവല്യൂഷൻ 3 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഏകദേശം ഈ ഒരു പോയിന്റ്സുകളൊക്കെ കവർ ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു മറ്റേതിന്റെ അകത്ത് കുറച്ച് അധികം പോയിന്റ്സുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പഠിച്ചാലും അങ്ങനെയൊക്കെ ആൻസർ ചെയ്താൽ മതി. ലൈക്ക് ഈ ഒരു ഇതിലേക്ക് എത്തിയാൽ മതി. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ എല്ലാ സ്ഥലത്തും സെയിം തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഇതിലേക്കാണ്, പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ നേച്ചർ, ഇമ്പോർട്ടൻസ് ഞാനൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതെല്ലാം ആ ഒരു പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് വെച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാം. ഗ്രൂപ്പ് ആക്ടിവിറ്റി, പിന്നെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, ഓൾ പെർവസീവ്, കണ്ടിന്യൂസ്. ഓക്കെ. കാരണം എല്ലാ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും കണ്ടിന്യൂസ് ആണ്, ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഉള്ളത് വരുന്ന പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് പഠിക്കണം കേട്ടോ. അത് എന്തായാലും ഒന്ന് നോക്കുക, നന്നായിട്ട് നോക്കുക. അതിന്റെ പ്രോസസ്സ് ഓർഡറിൽ തന്നെ പഠിക്കാൻ നോക്കുക. പിന്നെ ഉള്ളത് ടൈപ്സ് ഓഫ് പ്ലാൻസ് ആണ്. ഇതിൽ ഈ ടൈപ്സ് ഓഫ് പ്ലാൻസിൽ ഈ ഒബ്ജക്റ്റീവ്സ് നന്നായിട്ട് പഠിക്കണം. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ഇതിന്റെ അകത്ത് കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ്സ് നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ എൻഡ് പോയിന്റ് ടുവേർഡ്സ് വിച്ച് ഓൾ ദി ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്. അതൊരു എൻഡ് പോയിന്റ് ആണ്, അതിലേക്കാണ് എല്ലാ ആക്ടിവിറ്റീസും ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് എക്സാം എഴുതണം എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ്. അതിലേക്കാണല്ലോ നമ്മുടെ എല്ലാ വർക്ക്സും എഫേർട്സും നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ വരുന്നത് ആ ഒരു ഒബ്ജക്റ്റീവ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്സിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ എന്താണ് സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്, പ്രോഗ്രാം, ബഡ്ജറ്റ്. ഇത് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു തരാമോ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്കറിയാം ചിലർക്ക് ബോറടിക്കുണ്ടാവും, കാരണം ഇത് അറിയാവുന്നവർക്ക്. പക്ഷേ എന്നോട് ചോദിച്ചുകൊണ്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഒബ്ജക്റ്റീവ്സ് മനസ്സിലായാലോ, നമ്മുടെ ആ ഒരു ലക്ഷ്യം. ദെൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള പ്ലാനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ഇപ്പോ ഒരു ബാങ്ക് ഇപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ. പോളിസി എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഒരു കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യണം എന്നുള്ള ഒരു പോളിസിയാണ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റാണ് പോളിസി എന്ന് പറഞ്ഞത്. ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എയർലൈനിന് ഒരു പോളിസി ഉണ്ട്, എയർലൈൻ കമ്പനിക്ക്. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ അവർ എയർ ഹോസ്റ്റസ് ആയിട്ട് എടുക്കില്ല എന്നുള്ള, അത് അവരുടെ പോളിസിയാണ്. ഓക്കെ. അത് പിന്നെ നോൺ സ്മോക്കിംഗ്, അതായത് കമ്പനിയിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കമ്പനിയുടെ പോളിസിയാണ്.
ദെൻ പ്രൊസീജിയർ. വാട്ട് ഈസ് പ്രൊസീജിയർ? പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രൊണോളജിക്കൽ ഓർഡർ ആണ്. അതായത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ക്രൊണോളജിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. അതിനാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പല പല മെത്തേഡ്സ് വേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ട്രെയിനിങ് ആയിട്ട് നമുക്ക് കൂട്ടുകാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കാം, ഓഫ് ദി ജോബ് ട്രെയിനിങ് കൊടുക്കാം, പല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാം. അങ്ങനെ റൂൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്. ഈ റൂൾ ആക്ച്വലി 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റൂൾ എന്ന് പറയുന്നത് സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ അല്ല. അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ ഈ നോ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് പോളിസിനേക്കാളും റൂളിലേക്ക് കൊണ്ടുവരാം. കാരണം നോ സ്മോക്കിംഗ് സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല, ഇറ്റ്സ് എ റൂൾ എന്നുള്ള കാര്യം. പിന്നുള്ളത് പ്രോഗ്രാം ആണ്. പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ആകെ തുകയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബഡ്ജറ്റ് ആണ്. ഓക്കെ, ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഒരു നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ഒരു എക്സ്പെക്ടഡ് റിസൾട്ട് നമ്മൾ ന്യൂമറിക്കൽ ടേംസിലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഓർത്തിരിക്കുക അത്. പിന്നെ അതുപോലെ തന്നെ കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെ പോലെ ക്യാഷ് ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ബഡ്ജറ്റ്സ് ഉണ്ട്. ഐ ഗെസ് ഇത്രയും ഒരു ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയത്. പിന്നെയുള്ള ഒരു ഇതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഓക്കെ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവില് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവില് അത് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഒരു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് എല്ലാ ഒരു എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾസ്. ഇൻഡിവിജ്വൽ ആയിട്ടും ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഗോൾസ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്ലി അച്ചീവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ഇതിന്റെ അകത്ത് നിങ്ങൾ ഫീച്ചേഴ്സ് എന്തായാലും ഓർത്തിരിക്കുക. ഈ ഫീച്ചേഴ്സിനെ തന്നെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ സ്റ്റെപ്പ് ഓർത്തിരിക്കണം. സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ലിമിറ്റേഷൻ പഠിച്ചില്ലെങ്കിൽ, ലിമിറ്റേഷൻ നമ്മുടെ പോർഷനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റെപ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നന്നായിട്ട് നോക്കണമല്ലോ. ഓക്കെ, ലിമിറ്റേഷൻസ് ഒന്ന് വായിച്ചു വിടുക. പിന്നെ ഫീച്ചേഴ്സിന് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. MPO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ഐ ഗസ് അത് അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ് ആണ്. ഓർഗനൈസിങ് നേച്ചർ അത് അതുപോലെ തന്നെ എഴുതുക. പിന്നെയുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, അത് പഠിക്കുക. അത് പഠിക്കാൻ അതിൽ തന്നെ ഈ സ്പാൻ ഓഫ് കൺട്രോൾ, എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 മാർക്സിന് ചോദിക്കും. അപ്പോ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, ഈ ഹെൻറി ഫയോളിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, മറ്റേ 14 പ്രിൻസിപ്പിൾ, അതിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. പിന്നെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ നിങ്ങൾ എല്ലാം വായിക്കാണ്ട് വിടരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കും കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ മതില്ലേ, അത് ശരിയാണ്. പക്ഷെ 3 മാർക്സ് എങ്ങാനും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒട്ടും കത്തില്ല. ഫോർ എക്സാമ്പിൾ എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും ഒരു ചെറിയ ധാരണ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അതങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ ആദ്യം ഫോർമൽ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അതറിയാലോ. ഫോർമൽ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഇപ്പോൾ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നത് ഫോർമൽ ആയിരിക്കും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണ്, അവിടെ കൊളീഗ്സ് തമ്മിലുള്ള ഗ്രൂപ്പ്, അതൊക്കെയാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഈ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിൽ പിന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ആണ് ഈ ലൈൻ ആൻഡ് സ്റ്റാഫും, അതുപോലെ തന്നെ ഫങ്ഷണലും ലൈൻ ഓർഗനൈസേഷനും ഒക്കെ. ഓക്കെ ഓക്കെ ഇതിന്റെ അകത്ത് ഓരോ ഇതിലും എനിക്ക് ഈ നമ്മുടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഇതിന്റെ ഒരു ഫിഗർ, ഒരു എന്താണ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക എങ്ങനെയാന്നുള്ളത്. അതിന്റെ അടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ലൈൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. നമുക്കതൊരു സാധാരണ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലൈൻ ആണ്. ഒരു മാനേജർ ആദ്യം ഉണ്ടാകുന്നു, അങ്ങനെ 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 എല്ലാ കാര്യങ്ങളും കുറച്ച് അതിൽ കുറച്ച് താഴെയുള്ളവര്, പിന്നെ ഏറ്റവും താഴെ വർക്ക്മെൻ, അതൊക്കെ വരുന്ന ഒരു സിമ്പിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ലൈൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. കാരണം അവിടെ ഫങ്ഷൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ, അതുപോലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ.
അപ്പൊ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവർ പ്രൊഡക്ഷനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ എന്ത് വരും? സ്പെഷ്യലൈസേഷൻ വരും. അതാണ് ഫങ്ഷണൽ. പിന്നെ ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറയുമ്പം ഈ ലൈനിന്റെയും ഫങ്ഷണലിന്റെയും അഡ്വാൻറ്റേജസ് ചേർത്തിട്ട് എടുക്കുന്നതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ്. അതില് ഈ ലൈൻ എന്ന് പറയുന്നത് പെർഫോമൻസും സ്റ്റാഫ് എന്ന് പറയുന്നത് പ്ലാനിങ് ചെയ്യുന്നവരായിരിക്കും. അതായത് സ്റ്റാഫിലുള്ള ഓഫീസേഴ്സ് എന്ത് ചെയ്ത് കൊടുക്കുന്നു? കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. ലൈനിലുള്ളവർ എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. അതെനിക്ക് തോന്നുന്നു ആ ഡയഗ്രത്തിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഇപ്പം അഡ്വാൻറ്റേജസ് നമ്മൾ ആ ഒരു ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കറിയാം പല പല സെക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ നമുക്ക് അവിടെ എന്തുണ്ട്? സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതായത് ആഹ് ഓരോ ആളുകളും ആ ഒരു ഇതിൽ മാത്രമല്ലേ വരുന്നുള്ളൂ. ആ ഒരു ഫംഗ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ സ്പെഷ്യലൈസേഷൻ വരും. ആ സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ എന്താ ഗുണം? അവിടെ കൂടുതൽ പ്രൊഡക്ഷൻസ് നടക്കും. മാസ് പ്രൊഡക്ഷൻ നടക്കും. അപ്പൊ അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കും. ഒരു കഥ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്യും. നമുക്ക് കിട്ടും. അപ്പൊ അതാണ് എന്താ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ ഇതിന്റെ അകത്ത് ഏഹ് പിന്നെ ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റില് കമ്മിറ്റി, മാട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതൊക്കെ മോഡേൺ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. കൂടുതലും ഈ ലൈനും സ്റ്റാഫും ഫങ്ഷണലും പിന്നെ സോറി ലൈനും ഫങ്ഷണലും ലൈൻ ആൻഡ് സ്റ്റാഫും. പിന്നെയുള്ളത് ഈ ഓർഗനൈസേഷൻ ചാർട്ടും ഓർഗനൈസേഷൻ മാനുവലും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 3 മാർക്സിന് ചോദിക്കാറുണ്ട്. അതും ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷനിൽ പഠിക്കുന്നതാണ്. അപ്പൊ അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ എന്താണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡെലിഗേഷൻ ഓഫ് ദി അതോറിറ്റി, പിന്നെ അതുപോലെ തന്നെ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒരു ഐഡിയ ഉണ്ടല്ലോ. എന്താണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിന് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പറഞ്ഞു കൊടുക്കുന്നതാണ് ഡെലിഗേഷൻ എന്ന് പറയാം. വെൻ ഇറ്റ് കംസ് ടു ദി ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഓർഗനൈസേഷൻ മുഴുവനും അങ്ങനെ ആയിരിക്കും. ആ നേരത്തെ ഹെൻറി ഫയറിന്റെ പ്രിൻസിപ്പിളിൽ പറഞ്ഞതുപോലെ മൊത്തത്തിൽ എന്തായിരിക്കും? എല്ലാം താഴേക്ക് പോകുന്നത്. ലൈക്ക് എല്ലാവർക്കും അതോറിറ്റി ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അങ്ങനെ പോകുന്നതായിരിക്കും എന്താണ് ഡീസെൻട്രലൈസേഷൻ. അതൊരു വൈഡ് ആണ്. അതായത് ഒരു എന്റർ ഓർഗനൈസേഷൻ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ. ഡെലിഗേഷൻ ജസ്റ്റ് ആ ഒരു സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. സ്റ്റാഫിംഗ് അതുപോലെ തന്നെ പഠിക്കുക. വോട്ട് സ്റ്റാഫിംഗ് കാര്യങ്ങളൊക്കെ. പ്രോസസ് ഓഫ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് അത് അതൊന്ന് ജസ്റ്റ് പഠിക്കണം. ലൈക്ക് അത് ഉണ്ടല്ലോ ഒരു എക്സാമിന് ഫുൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ജസ്റ്റ് പോയിന്റ്സ് മാത്രം. അങ്ങനെ പോയിന്റ്സ് മാത്രമല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ മൊത്തത്തിലായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പം ഓക്കെ. അതായത് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ എന്തായിരിക്കും? മാൻ പവർ റിക്വയർമെന്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക. രണ്ടാമത്തത് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നു, സെലക്ഷൻ നടത്തുന്നു. റിക്രൂട്ട്മെന്റ് സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുക. എന്താണ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സെലക്ഷൻ എന്ന് പറയുന്നത് അതിൽ നിന്നും എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ മാത്രം എടുക്കുന്നു. സോ ഇറ്റ്സ് എ നെഗറ്റീവ് പ്രോസസ്. പിന്നെ പ്ലേസ്മെന്റ് ഓറിയന്റേഷൻ കൊടുക്കുന്നു, ട്രെയിനിങ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, പിന്നെ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ ടൈം ബേസ്ഡ് പെർഫോമൻസ് ബേസ്ഡും കൊടുക്കാം. ഇതാണ് സ്റ്റാഫിങ്ങിന്റെ ഒരു ഏകദേശം പ്രോസസ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ കയ്യിലുള്ളത് എൻ്റെ ഉണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയച്ചുതരാം. ഓക്കെ. പിന്നെ എന്താണ് പിന്നെ അതുപോലെ തന്നെ ഈ സെലക്ഷൻ ഉണ്ട്. സെലക്ഷന്റെ പ്രോസസ്സ് ചോദിക്കാറുണ്ട് ചില സമയത്ത്. ഈ സെലക്ഷന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ആദ്യമേ തന്നെ അവരൊരു പ്രിലിമിനറി സ്ക്രീനിങ് നടത്തും. പിന്നെ പലതരത്തിലുള്ള എന്താണ് സെലക്ഷൻ ടെസ്റ്റുകൾ നടത്താം. പിന്നെ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. പിന്നെ അവരെന്ത് ചെയ്യാം? റെഫറൻസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചോദിക്കാം. അതായത് നമ്മളൊരു നമ്പർ കൊടുക്കുന്നു ടീച്ചേഴ്സിന്റെ ഒക്കെ. എന്നിട്ട് അവരുടെ അടുത്ത് നമ്മുടെ എങ്ങനെയാണ് സ്വഭാവത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. പിന്നെ അവസാനം സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നു. എന്നിട്ട് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു. പിന്നെ ഒരു ജോബ് ഓഫർ കൊടുക്കുക. പിന്നെ അവർ എന്ത് ചെയ്ത് കൊടുക്കണം? ജോബ് ഓഫർ കൊടുക്കുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് വഴി ഒരു കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് സൈൻ ചെയ്യുന്നു. ഇതാണ് സെലക്ഷന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെയാണ് ഒരു സ്റ്റാഫിംഗിൽ വരുന്നത്. ഇതിന്റെ പ്രോസസ് ഓഫ് സെലക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
പിന്നെ ഡയറക്റ്റിംഗിൽ മീനിങ് നേച്ചർ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞ ഇത് വെച്ചിട്ട് പഠിക്കുക. തിയറീസ് ഓഫ് മോട്ടിവേഷൻ അതിൽ ഒന്നാമത്തെ തിയറി മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി. അതറിയാലോ, നമ്മൾ ആ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ചെയ്യുന്ന മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി. അതൊന്ന് മനസ്സിലാക്കുക. ബേസിക് നീഡ്സ് ഉണ്ട്, പിന്നെ സോഷ്യൽ നീഡ്സ്, പിന്നെ ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് എത്തുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഉള്ളതാണ് ഹേഴ്സ്ബർഗിന്റെ തിയറി, അതുപോലെ തന്നെ MC ഗ്രിഗറിന്റെ തിയറി, എക്സ് ആൻഡ് വൈ തിയറി. ഞാൻ പല ടെക്സ്റ്റ് ബുക്സിൽ നോക്കിയിട്ടാണ് വായിക്കുന്നത്. അതാണ് ലൈക്ക് ടൈം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിന്റെ അകത്ത് ഈ ഹേഴ്സ്ബർഗിന്റെ തിയറി എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് അത് 2 ഫാക്ടേഴ്സ് തിയറി ആണ്. അതിന്റെ അകത്ത് സാറ്റിസ്ഫയേഴ്സും ഉണ്ട്, ഡിസാറ്റിസ്ഫയേഴ്സും ഉണ്ട്. സാറ്റിസ്ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങളാണ്. അതായത് ഹൈ എൻഡ് സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് അച്ചീവ്മെന്റ്, ചാലഞ്ചിങ് വർക്ക്, അതൊക്കെയാണ് സാറ്റിസ്ഫയേഴ്സ്. ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിനിമം എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നത്. ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ജോലി ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് സാധാരണ നമ്മുടെ സാലറി, അതൊക്കെയാണ് ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് വർക്ക് ഹാർഡ് ടു ദി സാറ്റിസ്ഫയേഴ്സ്. സാറ്റിസ്ഫയേഴ്സ് ഏൺ ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഹേഴ്സ്ബർഗിന്റെ തിയറി. പിന്നെ ഉള്ളത് MC ഗ്രിഗറിന്റെ എക്സ് ആൻഡ് വൈ തിയറി. അതിൽ എക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉള്ള പീപ്പിൾ ഉണ്ട്, വൈ കാറ്റഗറി പീപ്പിൾ ഉണ്ട്. ഈ എക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ് നെഗറ്റീവ് ഷെയ്ഡുള്ള പീപ്പിൾ ആണ്. അവർക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, കുറച്ചുകൂടി സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള ആളുകളാണ്, അങ്ങനത്തെ ഉള്ളതൊക്കെ. വൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും, എന്താണ് റെസ്പോൺസിബിലിറ്റീസിന് ഇഷ്ടപ്പെടുന്നവരും, ലീഡർഷിപ്പ് മെന്റാലിറ്റി ഉള്ളവരൊക്കെയാണ്. അങ്ങനെയായിട്ടാണ് MC ഗ്രിഗറിന്റെ തിയറി വരുന്നത്. പിന്നെ വരുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഈ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഈ രണ്ടെണ്ണം പഠിക്കാം. മാനേജറിയൽ ഗ്രിഡ് ബൈ ബ്ലേക്ക് ആൻഡ് മൗണ്ടനും, അതുപോലെ ലിഗേർട്സിന്റെ 4 ലെവൽ മോഡലും. അതിന്റെ ഒത്തും ഡയഗ്രാം കൊടുത്തിട്ടില്ലേ, ആ ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക, പഠിക്കുക. ഈ ബ്ലേക്ക് ആൻഡ് മൗണ്ടന്റെ മാനേജറിയൽ ഗ്രിഡിൽ അറിയാലോ, ഇങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് ആളുകളുണ്ട്. ഇംപവറിഷ്ഡ്, കൺട്രി ക്ലബ്, മിഡിൽ റോഡ്, ടാസ്ക് മാനേജ്മെന്റ്, പിന്നെ ടീം മാനേജ്മെന്റ്. ടീം മാനേജ്മെന്റ് ആണ് ഒരു എന്താണ് ഐഡിയൽ ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ലിഗേർട്സിന്റെ 4 ലെവൽ മോഡൽ അറിയാലോ. ഒന്നാമത്തത് എക്സ്പ്ലോയിറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക് ആയിരിക്കും, അതായത് വളരെയധികം ആളുകളെ ചൂഷണം ചെയ്യുന്ന ലീഡേഴ്സ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബെനവലന്റ് ഓട്ടോക്രാറ്റിക് ആണ്, അതായത് കുറച്ച് എന്താണ് കുറച്ചൊക്കെ ഒരു ഓട്ടോക്രാറ്റിക് ആണെങ്കിലും കുറച്ചുകൂടി എംപ്ലോയീസിനോട് കുറച്ചുകൂടി സ്നേഹമുണ്ട്. അതായത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ എന്താണ് ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ഒരു സാലറി ഹൈക്ക്, അല്ലെങ്കിൽ എന്താണ് റിവാർഡ് ഒക്കെ കൊടുക്കും. പക്ഷെ അല്ലാത്തൊരു ഹാർഷ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കൺസൾട്ടേറ്റീവ് കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡേഴ്സ് ആയിരിക്കും. ഡെമോക്രാറ്റിക് ആണ് ഏറ്റവും നല്ലത്. കാരണം ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ്ലി ഒരു പാർട്ടിസിപ്പേറ്റീവ് ആയിരിക്കും. അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് ചെയ്യാനുള്ള വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, അങ്ങനത്തെയൊക്കെ. ഇതാണ് 4 ലെവൽ ഓഫ് ലിഗേർട്സിന്റെ 4 ലെവൽ മോഡൽ. കോർഡിനേഷൻ എന്താണെന്നും ഇമ്പോർട്ടൻസ് ഓർത്തിരിക്കുക. ഈ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഇസ് ദി എസെൻസ് ഓഫ് മാനേജ്മെന്റ്. അത് ഏതൊരു ആൻസറിലും നമ്മൾ അത് എഴുതുക. ഈ കോർഡിനേഷന്റെ ഏതൊരു ആൻസറിലും നമ്മൾ അത് എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, ഏകദേശം ഡയറക്റ്റിംഗ് കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡയറക്റ്റിംഗ്, ദെൻ കൺട്രോളിംഗ്. കൺട്രോളിംഗ് എന്താണെന്നും സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗും ഓക്കെ പഠിക്കുക. പിന്നെ എസെൻഷ്യൽസ് ഓഫ് സൗണ്ട് കൺട്രോൾ സിസ്റ്റം നോക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് കൺട്രോൾ, അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, അതുപോലെ മോഡേൺ ടെക്നിക്സ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. അതാണ് ഇതിൻ്റെ അകത്ത് ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്സും ഒക്കെ നോക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതിനകത്ത് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ള ഒരു പോർഷൻ. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സാമിന് ചോദിച്ചത് എങ്ങനെയായിരുന്നു അറിയോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ MBO ആൻഡ് MBE? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ MBO ആൻഡ് MBE എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. MBO മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ആണ്. വാട്ട് ഈസ് MBE? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. കൺട്രോൾ ബൈ എക്സെപ്ഷൻ, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ,
ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ള എക്സെപ്ഷൻ ഇതൊക്കെ സെയിം തന്നെയാണ്. നമ്മളിത് പല സ്ഥലത്തും പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആൻസർ വരുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരും. എക്സെപ്ഷൻ ഇസ് വെരി സിമ്പിൾ ആണ്. അതായത് ആ ഒരു പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട, കൺട്രോൾ ചെയ്യേണ്ട ഫാക്ടേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്സ് ഇടപെടുക. അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും എല്ലാം കൊണ്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ അടുത്ത് ചെന്ന് പറയരുത്. അതൊക്കെ എന്ത് ചെയ്യുക, ഒരു എന്താണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് അവരൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വർക്കേഴ്സ് തന്നെ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് എപ്പോഴും ഫോക്കസ് കൊടുക്കുന്നത് ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്താൽ മതി. പിന്നെ ഈ ടെക്നിക്സിൽ തന്നെ ഇപ്പം PERT, CPM എന്നുള്ള 2 ടെക്നിക്സ് ഉണ്ടല്ലോ. ആ ഒരു ഇത് ചോദിക്കാറുണ്ട്. അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ചില സമയത്ത്. ഓക്കെ, അതില് PERT എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. രണ്ടും പ്ലാനിങ്, സ്കെഡ്യൂളിംഗ്, ഇംപ്ലിമെന്റിംഗിനൊക്കെയാണ് യൂസ് ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് എവിടെയാണ് വരുന്നതെന്ന് അറിയോ? ഈ ഷിപ്പ് ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ പ്രോജക്ട്, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, അതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. PERT, CPMൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ PERTൽ എന്തുണ്ട്, 3 ടൈം എസ്റ്റിമേറ്റ്സ് ഉണ്ട്. ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക് ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം, 3 ടൈം ഉണ്ട്. പിന്നെ CPMൽ ഒറ്റ ടൈമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? CPM ഗീവ്സ് അല്ല, PERT ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ടൈം. ടൈമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് PERT ആണ്. പിന്നെ CPM എപ്പോഴും കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് മേക്ക് ചെയ്യും. ഇനി ആ കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് മേക്ക് ചെയ്യുന്നതുകൊണ്ട് CPMൽ അവിടെ അപ്പൊ ഒരു എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്? യെസ്, ഒരു കോസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. PERTൽ അങ്ങനെയില്ല. പിന്നെ ഉള്ളത് വാട്ട് ഇസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണല്ലോ CPM. ദെൻ വാട്ട് ഇസ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ദ ലോങ്സ്റ്റ് പാത്ത് ഇൻ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും വലിയ ലോങ്സ്റ്റ് പാത്ത്, അതായത് ലോങ്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോങ്സ്റ്റ് പാത്തിന്റെ നെറ്റ്വർക്ക് ആണ് എന്ത്? ക്രിട്ടിക്കൽ പാത്ത്. അതാണ് ആ ഒരു ലോങ്സ്റ്റ് പാത്തിലായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ളത്. ഒരു വർക്കേഴ്സ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ളത് ആ ഒരു കാര്യത്തിലായിരിക്കും, ആ ഒരു ലോങ്സ്റ്റ് പാത്തിലായിരിക്കും. അതിൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ടൈംലി കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ് നടക്കുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ടെക്നിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, കാരണം അത് ചോദിച്ച് കാണാറുള്ളതുകൊണ്ട്. ബേസിക്കലി ഇങ്ങനെയാണ്. ഇത്രയും മൊഡ്യൂൾസ് ആണുള്ളത്. ഞാൻ കൂടുതൽ ടൈം എടുത്ത് നിങ്ങളെ ബോർ അടിപ്പിച്ചില്ല എന്നാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് 5 മൊഡ്യൂൾസും ഇതാണ് അതിന്റെ ഒരു ലൈക്ക് ഒരു ബ്രീഫ് സമ്മറി എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് 30 മിനിറ്റ്സ് തന്നെ എടുക്കും ഇങ്ങനെ പറയാനായിട്ട്. ഞാനിത് ഏറ്റവും ബ്രീഫ് ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ ഇനി ഞാൻ സെക്കൻഡ് എന്റെ സെഷൻ ഞാൻ ഉദ്ദേശിക്കുന്ന എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ്. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ അത് എന്റെ ജസ്റ്റ് ഒപ്പീനിയൻ മാത്രമായിരിക്കും. നമ്മളൊക്കെ ലൈക്ക് ഞാൻ എഴുതുമ്പോൾ മിസ്റ്റേക്സ് നമ്മൾ വരുത്താറുണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും. സോ നിങ്ങൾക്ക് അത് എപ്പോഴും നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ട് തോന്നുന്ന ടെക്നിക്ക് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുക. പക്ഷെ ഞാൻ ഇപ്പൊ ബിസിനസ് മാനേജ്മെന്റിനെ മാത്രം നോക്കിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ടു ദി ആൻസർ മാത്രം എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വാട്ട് ഇസ് കൺട്രോളിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കൺട്രോളിംഗ് എന്ന് പറഞ്ഞ അപ്പൊ ഒരു വേണമെങ്കിൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഒരു ലൈൻ എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ വാട്ട് ഇസ് കൺട്രോളിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എഴുതിട്ട് എന്ത് ചെയ്താ, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദി മാനേജ്മെന്റ് എന്ന് കൊടുക്കുക. പിന്നെ കൺട്രോളിന്റെ ഡെഫിനിഷൻ കൊടുക്കുക, അതിന്റെ മീനിങ് കൊടുക്കുക, അതിന്റെ നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുക. പിന്നെ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. പക്ഷെ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. എത്ര നമ്മൾ എഴുതിയാലും നമുക്ക് മാക്സിമം 2 or 2.5 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ അതിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷെ ടു ദി ആൻസർ നമ്മൾ ഒരു 2-3 വേർഡ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് പേജ് അല്ലെങ്കിൽ ഒരു 3 or 4 വേർഡ്സിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ നമ്മൾ എഴുതുന്നതിൽ കറക്റ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ മോസ്റ്റ് ജനറൽ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ 3 മാർക്സ് എഴുതുമ്പോൾ ടു ദി ആൻസർ എഴുതാണ്ട് കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എന്താണ് ഒരു 3-4-5 പേജ് ഒന്നും വെച്ചിട്ട് ഒരിക്കലും ഇത് എഴുതി വെക്കരുത്. കാരണം മാക്സിമം എത്ര പോയാലും 2.5 കിട്ടുള്ളൂ. ടു ദി ആൻസർ ഒരു 1 ലൈൻ എഴുതാണ്ട് എഴുതാ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഉള്ളത് നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ലൈക്ക് എക്സാമ്പിൾസ് യൂസ് ചെയ്യുക. എല്ലാ കാര്യത്തിനും എക്സാമ്പിൾസ് കൊടുക്കുക, ഡയഗ്രാംസ് കൊടുക്കുക.
റെപ്രസെന്റേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. ഇപ്പം ഈ നമ്മള് ഓർഗനൈസേഷൻസിന്റെ ടൈപ്സ് പറയുമ്പോൾ ഒക്കെ ഉള്ള അതിന്റെ ഇതുണ്ടല്ലോ, അതൊക്കെ നമ്മൾ കൊടുക്കുക. അതിന് എക്സാമ്പിൾസ് കൊടുക്കുക, ഡയഗ്രാംസ് വരയ്ക്കുക, ചാർട്ട്സ് കൊടുക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. 15 മാർക്സിൽ നമ്മൾ എഴുതുമ്പോൾ പാർട്ടായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിന്റെ മെയിൻ കണ്ടന്റ് വരുന്നത്, പിന്നെ കൺക്ലൂഷൻ, അത് നമ്മൾ എഴുതാൻ നോക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതില് ബിസിനസ് മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട ലൈക്ക് ബേസിക് കാര്യങ്ങള്. ഇതൊക്കെയാണ് എനിക്ക് അറിയാവുന്നതും. സോ ഇനി ലൈക്ക് തേർഡ് തിങ്, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് മനസ്സിലായോ? ലൈക്ക് ക്ലിയർ ആയിരുന്നു ഞാൻ പറഞ്ഞത്? ലൈക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ. സോ ലൈക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഫർസാന, ടൈപ്സ് ഓഫ് പ്ലാൻ ഒന്ന് പറയുമോ? ടൈപ്സ് ഓഫ് പ്ലാനാ? ലൈക്ക് നീ ഉണ്ടായിരുന്നില്ലേ ആദ്യം റുവാനെ? ഉണ്ടായിരുന്നു, ഞാൻ ഓക്കെ, മനസ്സിലായില്ല. മനസ്സിലായില്ല. ഓക്കെ. ടൈപ്സ് ഓഫ് പ്ലാൻസിൽ ഓക്കെ, ഇത് സിംഗിൾ യൂസ് പ്ലാൻസും ഉണ്ട്, സ്റ്റാൻഡിങ് പ്ലാൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് യൂസ് പ്ലാൻസും ഉണ്ട്. ഓക്കെ, അത് രണ്ട് തരത്തിലുള്ള പ്ലാൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്? വൺ ടൈം പ്ലാൻ, ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് പ്ലാൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്ലാനിനെ തന്നെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതായത് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ ഉള്ള ഇതിന്റെ അകത്ത് ടൈപ്സ് ഓഫ് പ്ലാൻസിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എൻഡ് പോയിന്റ്സ് ടുവേർഡ്സ് വിച്ച് ഓൾ ദി ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്. അതായത് നമ്മുടെ ലക്ഷ്യമാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് എന്തിലേക്കാണ് പോകുന്നത്? ഈ ഒബ്ജക്റ്റീവ്സിലേക്കാണ് പോകുന്നത്. അത് യൂഷ്വലി ആരായിരിക്കും സെറ്റ് ചെയ്യുന്നത്? ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ആണ് ഇൻക്രീസിംഗ് സെയിൽസ് ബൈ 18% ഓർ ഏർണിംഗ്സ് 20% ഓൺ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതൊക്കെ, അതായത് ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതുക. എന്താണ് ഇൻക്രീസ് സെയിൽ ബൈ 18%, ഒരു 18% സെയിൽസ് ഉയർത്തുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അതിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റെ നേച്ചർ, ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെന്റ്സ് സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കാം. ഓക്കെ, അവർ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഫോർ അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ബാങ്ക് അവരുടെ എന്താണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എന്താണ് ലോണിന് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഇതിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബാങ്ക് എന്ത് ചെയ്യും? അവരും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ ശ്രമിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ലൈക്ക് ആ ഒരു സെയിൽസിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താണ്? ഒരു സ്ട്രാറ്റജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഒരു മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് സ്ട്രാറ്റജി. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു പ്ലാൻ ആണ് ഫോർ അച്ചീവിംഗ് ദി ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്ട്രാറ്റജി. പോളിസി എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് ഗൈഡ് ടുവേർഡ്സ് ദി ആക്ഷൻസ് ടു ബി ടേക്കൺ ഫോർ അച്ചീവിംഗ് ദി ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ പല പല കാര്യങ്ങൾ ചെയ്യും. ഈ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ നമ്മളൊന്ന് ഡയറക്റ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഒരു ഗൈഡിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും പോളിസി. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ്, ഒരു എയർലൈൻ കമ്പനിയുടെ പോളിസി ആയിരിക്കും പ്രഗ്നന്റ് ആയിട്ട് ലേഡീസിനെ എംപ്ലോയ് ചെയ്യണ്ട എന്നുള്ളത്. അത് അവരുടെ പോളിസിയാണ്, അതങ്ങനെ. പിന്നെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് വേരിയസ് സ്റ്റെപ്സ് ടു ബി ഫോളോ ടു പെർഫോം ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനായിട്ട് നമുക്കുള്ള ക്രൊണോളജിക്കൽ സ്റ്റെപ്പിന് അല്ലെങ്കിൽ ഓർഡറിനെയാണ് നമുക്ക് പ്രൊസീജിയർ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി മെത്തേഡ് എന്ന് വിളിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം ചെയ്യാനായിട്ട് പല പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ട്രെയിനിങ് എടുക്കുവാണെങ്കിൽ നമുക്ക്
ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദി ജോബ് ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡ്സിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. അതാണ് മെത്തേഡ്. ഒരു കാര്യം ചെയ്യാനുള്ള പലവിധ മാർഗങ്ങൾ. റൂൾ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിരിക്കും. എന്താണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യാം. അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടാകും? ഈ പറയുന്ന മെത്തേഡ്സ് ഉണ്ടാകാം, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാം, പ്രൊസീജിയേഴ്സ് ഉണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ കമ്പനിക്ക് എന്തുണ്ടാകാം? ഒരു ദേ മേ ഹാവ് ദി പ്രോഗ്രാം വിത്ത് റെസ്പെക്ട് ടു ദി ഡിസൈനിങ് എ ന്യൂ സ്മോൾ കാർ. ഒരു ചെറിയൊരു കാർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോമൊബൈൽ കമ്പനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടാകാം. ഓക്കെ, അങ്ങനെ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റിസൾട്ട് ഇൻ ന്യൂമറിക്കൽ ടേംസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അതായത് റിസൾട്ടിന് എന്ത് ചെയ്യാണ്? ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദാറ്റ് ടേംസ് ഓവർ ദി സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ദി ടൈം. അതായത് നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ക്യാഷ് ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഇതിപ്പോ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ +1 ടെക്സ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ പോയിന്റ്സ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ മെയിൻ ഐഡിയ ഇതാണ്. അതിന് ഇലാബറേറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ ആണോ റുവാൻ? Yes, Farsana. Thank you. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഐ ഗസ് അഞ്ജന വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നണേ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു. സോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ?